welcome back to my channel. എൻ്റെ പേര് അഭിന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഐഷാഡോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാമെന്നാണ്. നോർമലി നമ്മളൊക്കെ ഐഷാഡോ അപ്ലൈ ചെയ്യുന്നത് ഒരു കളർ എടുത്തിട്ട് നമ്മളുടെ ഐലിഡ്സിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യും അല്ലേ? പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മളുടെ ഇന്നർ കോർണേഴ്സിൽ വേറെ കളർ അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഐഷാഡോയിൽ കുറച്ചുകൂടി ഡ്രാമ കൊണ്ടുവരാൻ പറ്റുക. ആ കുറച്ചുകൂടി ഡ്രാമ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിലെല്ലാം പ്രോപ്പറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഐഷാഡോ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാകും. ഞാൻ ഈ ട്യൂട്ടോറിയലിൽ കാണിക്കാൻ പോകുന്ന ഐഷാഡോ ലുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ലുക്കാണ്. ഇത്ര ഹെവി ആയിട്ട് എന്തായാലും ചെയ്യാൻ കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവില്ല. അത്രയൊന്നും ചെയ്യേണ്ട, കുറച്ചൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ എപ്പോഴും നമ്മളുടെ ഐഷാഡോ ബിൽഡ് ചെയ്താണ് എടുക്കേണ്ടത്, അല്ലാണ്ട് ആദ്യം തന്നെ ഒരു ഹൈ കളർ ഉപയോഗിച്ച് ഹെവി ആയിട്ടുള്ളൊരു കളർ ഉപയോഗിച്ചിട്ടല്ല ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഐഷാഡോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇതൊരു ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് പറയുന്നതാണ്. ഐസിൻ്റെ ഓരോ പോർഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ്ലി ഐസ് കൺസീലൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ഫിനിഷിന് വേണ്ടിയിട്ടാണ്. ഞാനിനി ഐൻ്റെ ഓരോ സെക്ഷൻസും പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് ഇന്നർ കോർണർ, ഇത് മിഡിൽ സെക്ഷൻ എന്ന് പറയും, ഇത് ഔട്ടർ കോർണർ. ഇനി കാണിക്കുന്നത് ലോവർ ലാഷ് ലൈൻ, മുകളിലുള്ള ഭാഗം അപ്പർ ലാഷ് ലൈൻ. ഇതാണ് നമ്മളുടെ ക്രീസ് ഏരിയ. ഇവിടെയാണ് നമ്മൾ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മളുടെ ഐലിഡ്സ് ആണ്. ഈ കാണുന്നതാണ് ബ്രൗ ബോൺ. ഐബ്രോവിൻ്റെ താഴത്തായിട്ട് കാണുന്നതാണ് ബ്രൗ ബോൺ. ഇത്ര മാത്രമേ ഐസിനെ പറ്റി പറയാനുള്ളൂ. ഇനി നമ്മളുടെ ഐഷാഡോ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഐഷാഡോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഐസ് നല്ല രീതിയിൽ കൺസീൽ ചെയ്യണം. കൺസീൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലോട്ടസ് മേക്കപ്പിൻ്റെ കൺസീലറാണ്. കൺസീൽ ചെയ്താൽ മാത്രമേ നമ്മൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ് ലുക്ക് കിട്ടുകയുള്ളൂ. നമ്മളുടെ ഐഷാഡോസൊക്കെ പ്രോപ്പറായിട്ട് കളർ നല്ല രീതിയിൽ കാണിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കൺസീൽ ചെയ്തെടുക്കുക. ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഐലിഡ്സും ആസ് വെൽ ആസ് കണ്ണിൻ്റെ അടിയിലുള്ള ഭാഗമാണ് കൺസീൽ ചെയ്തെടുക്കുന്നത്. കൺസീൽ ചെയ്തതിന് ശേഷമുള്ള സെക്കൻഡ് സ്റ്റെപ്പ് ഒരു സെറ്റിംഗ് പൗഡർ വെച്ച് നമ്മളുടെ കൺസീൽ ചെയ്ത ഭാഗം സെറ്റ് ചെയ്യുക എന്നാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് Maybelline ന്യൂയോർക്കിൻ്റെ ക്ലിയർ സ്മൂത്ത് ഓൾ ഇൻ വൺ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ആണ്. ഈ രണ്ട് പ്രെപ്പ് വർക്കിന് ശേഷം മാത്രമാണ് നമ്മൾ ഐഷാഡോ ഉപയോഗിക്കേണ്ടത്. ഐഷാഡോക്ക് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ടെക്സ്ചർഡ് ഷാഡോസ് പാലറ്റാണ്. റോസ് ഗോൾഡ് എഡിഷൻ ആണിത്. ഫസ്റ്റ്ലി ഞാനൊരു ട്രാൻസിഷൻ ഷെയ്ഡാണ് ചൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഷൈ എന്ന ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്ലെൻഡിങ് ബ്രഷിൽ നല്ല രീതിയിൽ എടുത്തിട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ടാപ്പ് ചെയ്ത് കളയുക. നമ്മളൊരു ഐഷാഡോ ഇടുമ്പോൾ അതിൻ്റെ ട്രാൻസിഷൻ ബിൽഡ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഒരു കളർ വെച്ച് തന്നെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കരുത്. അന്നേരം ഒരു ഫുള്ളി ട്രാൻസിഷൻ്റെ ലുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മളൊരു ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ബിൽഡ് ചെയ്ത് ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. നമ്മളൊരു ഫോർവേഡ് ബാക്ക്വേർഡ് മോഷനിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു മോഷനിൽ നമ്മൾക്ക് ഈ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ട്രാൻസിഷൻ ചെയ്യാനുള്ള നെക്സ്റ്റ് കളറാണ് ഹെന്ന കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള കളറാണ് നേരത്തേതിനേക്കാളും. അപ്പോൾ ഈ കളർ എക്സസ് ആയിട്ടുള്ളത് ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ പ്രോസസ്സാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുക. ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഇപ്പോൾ ഒരു കുറച്ചൊരു ഹെവിയർ ആയിട്ടുള്ള ഷെയ്ഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബിൽഡിംഗ് ആണിത്.
ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ട്രാൻസിഷൻസ് കാണാൻ കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കും. ഇപ്പോൾ തന്നെ നമ്മളുടെ ഒരു ക്രീസിന് നല്ലൊരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോക്കോ എന്ന് പറയുന്ന അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള കളറാണ് ചൂസ് ചെയ്യുന്നത്. എക്സസ് പ്രോഡക്റ്റ് ടാപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനിത് ഔട്ടർ കോർണേഴ്സിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളുടെ ട്രാൻസിഷൻ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ടർ കോർണേഴ്സ് കുറച്ചും കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെയ്ഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മളുടെ ഐ ഷാഡോസ് ഔട്ടർ കോർണേഴ്സിൽ ഡാർക്കും ഇന്നർ കോർണേഴ്സിൽ ലൈറ്റും ആയിരിക്കും. ഔട്ടർ കോർണേഴ്സ് ഒന്നും കൂടെ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോസി എന്ന് പറയുന്ന കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ബോസി കുറച്ചും കൂടെ ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. ഇതിനി ഔട്ടർ കോർണേഴ്സിൽ ഇടുമ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സർക്യുലർ മോഷനിലാണ് ഔട്ടർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ നല്ലൊരു ട്രാൻസിഷനും ഔട്ടർ കോർണറിൽ നല്ലൊരു ഡാർക്ക് കളറും നല്ല പ്രിട്ടിയായി കിടക്കുന്നുണ്ട്. ഇനി നമ്മളുടെ മിഡിൽ സെക്ഷൻ അല്ലെങ്കിൽ ഐലിഡ്സിനാണ് നമ്മൾ ഐ ഷാഡോ ഇടേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഷിമറി കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെസ്ഡ് എന്ന് പറയുന്ന ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ചെയ്യാം. ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ പ്രൊഡക്റ്റും ഇല്ലാത്ത രീതിയിലായിരിക്കും അത് ബ്ലെൻഡ് ആവുക. അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ഞാൻ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ടാപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. ഐലിഡ്സ് അല്ലെങ്കിൽ മിഡിൽ സെക്ഷനിൽ മാത്രം അപ്ലൈ ചെയ്യുക. നമ്മളുടെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ആ ഷിമറി കളർ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ട് കളേഴ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തത് കാണാൻ പറ്റും. ആ ലൈൻ ക്രിയേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്തതായി ഒരു ഷിമറി കളറായ മൂൺ ഡസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്നർ കോർണേഴ്സിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഷിമർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ് കാണാൻ. ഒരു റൗണ്ട് ടൂൾ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ഷിമറി കളർ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഔട്ടർ കോർണറിൽ ഉപയോഗിച്ച് ബോസി എന്ന ഡാർക്ക് ഷെയ്ഡ് ലോവർ ലാഷ് ലൈനിലും കൂടി അപ്ലൈ ചെയ്യുകയാണ്. ആ റൗണ്ട് ടൂൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ലോവർ ലാഷ് ലൈനിലും കൂടി അപ്ലൈ ചെയ്യുന്നത്. ഇനിയൊരു വൈറ്റ് ഷെയ്ഡിലുള്ള ബേ എന്ന് പറയുന്ന കളർ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ബ്രൗ ബോൺ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഐ ഷാഡോ ഇടുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടൊന്ന് ഐസിന് നല്ലൊരു ഡിമെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഐലൈനർ യൂസ് ചെയ്യുകയാണ്. ഐലൈനറിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലാക്മയുടെ ഇൻസ്റ്റാ ലൈനർ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഐലൈനറാണ്. ഇത് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനിലും ആസ് വെൽ ആസ് എൻ്റെ ലോവർ ലാഷ് ലൈനിലുമാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഐലൈനർ ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണുക. ഞാനിവിടെ ഒരു കാർഡായിട്ട് കാണിക്കുന്നതായിരിക്കും. ഞാൻ ഈ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോവർ ലാഷ് ലൈനിലും അപ്പർ ലാഷ് ലൈനിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കൺമഷി ഉപയോഗിച്ച് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ ഹിമാലയയുടെ കൺമഷിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മളുടെ മസ്കാര എന്ന് പറയുന്നത്. മസ്കാരയ്ക്ക് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലോട്ടസ് മേക്കപ്പിൻ്റെ മാക്സ്ലാഷ് വാട്ടർ പ്രൂഫ് ആൻഡ് വോള്യൂമിനസ് ബൊട്ടാനിക്കൽ മസ്കാരയാണ്. അത് നല്ല രീതിയിലൊന്ന് നമ്മളുടെ ഐലാഷസിൽ അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടെ വോള്യൂം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മളുടെ ഫൈനൽ ലുക്കാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മളുടെ ഈ ഫാമിലിയെ നമുക്ക് വലുതാക്കി കൊണ്ടുപോകാം. Until we meet next time, this is me Abhina signing off. Bye. Love you all.